സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. മരിച്ചവർ ജീവിച്ചതിലും സംഭവം പറയാം. ബഹുമാനപ്പെട്ടവരുടെ താരീഖിൽ വ്യക്തമായി കാണുന്നുണ്ട് മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം. നോക്കൂ. കാന ശദീദൽ ശഫഖതി അലൽ ഉമ്മ, വലിയ സമുദായ തൽപരനായിരുന്നു ബഹുമാനപ്പെട്ടവർ. യഅലുഹും, ജനങ്ങളോട് ഉപദേശിക്കുകയും വളരെ നല്ല താല്പര്യമുള്ള ദാഇയൻ ഇലാ സബീലി റബ്ബിഹി ബിൽ ഹിക്മ. ഫബൈനമാ ഹുവ ദാത യൗമിൻ ഫീ മഹ്ഫിലിൻ, ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ ബഹുമാനപ്പെട്ടവർ ഇരിക്കുകയാണ്. ജാഅത് ഇലൈഹി അജൂസുൻ ബിദ്ദംഇ സജ്ജീ, അപ്പോൾ വളരെ വേദനയോടുകൂടെ ഒരു വൃദ്ധ സ്ത്രീ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഫശക്കത്ത് വഖാലത് ലി കാന ലീ ഇബ്നുൻ ഫർദുൻ അസീസ്, എനിക്കൊരു ഒരേ ഒരു മകനുണ്ടായിരുന്നു. വമാതലാന, എന്റെ കുട്ടി മരിച്ചുപോയി. വമാ ഇൻദി ശൈഉൻ മിൻ മുഊനത്തി തജ്ഹീസി, എന്റെ കുട്ടിയെ മറവ് ചെയ്യാനുള്ള വകുപ്പ് പോലും എന്റെ കയ്യിലില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിക്കണമേ എന്ന് പറഞ്ഞ് കുട്ടിയെ മകനെ മറവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പിരിവ് നടത്തി തരണം എന്ന് പറഞ്ഞ് ആ സംഘത്തിലിരിക്കുമ്പോൾ ശൈഖ് അവർകൾ ഹാജയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കയറി വന്നു, ഒരു അജൂസ് കയറി വന്നു. അപ്പോൾ ഉടനെ ഫഖാല, അപ്പോൾ ആ സദസ്സിലുള്ള ആളുകളോടൊക്കെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബഹുമാനപ്പെട്ട കൗമുബിനായ അഹ്ലൽ മജ്ലിസി ഇലാ ഇബ്ലബിനി ഹൽ മയ്യിത്തി, ആ മയ്യത്തിനടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അത്രയും വിഷമമാണെങ്കിൽ നമ്മളൊന്ന് കാണണല്ലോ. ഇവർക്ക് മയ്യത്തിനെ മറവ് ചെയ്യാനുള്ള പണം മാത്രം ഉണ്ടായാൽ പോരല്ലോ. ഇങ്ങനെയില്ലാത്ത ഒന്നും സഹായമില്ലാതെ ആകെ ഒരു മകനെ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന അവര് മകനും മരിച്ചാൽ ഇനി എന്താ ചെയ്യാം, ഒരു പരിഹാരം ഉണ്ടാവണല്ലോ, വേഗം പോവാൻ, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് നേരം ഫലമ്മാ വസലൂ, അടുത്തെത്തിയപ്പോൾ കഅബാലയത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ എണീക്കേണ്ട കുട്ടിയോട് മകനോട് പറഞ്ഞു, ഫഖാമ ഹയ്യ വആശ മുഹിബ്ബൻ ബിബറകതിഹി. ഉടനെ ചെറുപ്പക്കാരൻ എണീറ്റു. ഇതിന് സമാനമായ ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ആ ശിഷ്യന്മാരോട് കൂടെ യാത്ര പോവാ. ഒരു പുഴയുടെ അരികിലെത്തിയപ്പോൾ ഉണ്ട് ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു. എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാനും എന്റെ മോനും കൂടി പുഴ മുറിച്ചു കിടക്കിയിരുന്നു. പെട്ടെന്ന് വെള്ളക്കൂടുതൽ വന്നു, എന്റെ കുട്ടി ഒഴുകിപ്പോയി. കുട്ടി മരിച്ച ആണ്ടാണ്, എന്റെ കുട്ടിയുടെ ഖബർ ഈ പുഴയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മനസ്സലിഞ്ഞു. വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. ഒരു കാലുകൊണ്ട് വെള്ളത്തെ ഒന്ന് തടഞ്ഞു, രണ്ടാമത്തെ കാലുകൊണ്ട് ഒറ്റ മറിയങ്ങോട്ട് മറിച്ചു. ഇതല്ലേ എന്ന് വെച്ചു. ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയ കുട്ടിയെ നേരെ എടുത്തു കൊടുത്തു. അത് സംഭവം ഉണ്ടായിട്ട് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. എനിക്കിത് ഇപ്പോൾ പകലാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം, മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ വല്യപ്പ മരിച്ചു കിടക്കുന്ന നായർ കുടുംബത്തിന്റെ തലയിലടിച്ചിട്ട് ഹയാത്താക്കിയിട്ടാണ് പാണക്കാട്ട് അവർക്ക് ഭൂമി കൊടുത്തത്. അക്കാലത്ത് നാടുവാഴിയുടെ വകയായി അവിടെ മാളിക കെട്ടിക്കൊടുത്തു. പുതിയ മാളികക്കൽ എന്ന് മാളിക കെട്ടിക്കൊടുത്തു. ബഹുമാനപ്പെട്ടവർ അസില് മരിച്ചുപോയ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഒരു ദിവസം നേരം കൊടുക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട നായർ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചു കിടക്കുക. ആ മരിച്ചു കിടക്കുന്ന അംഗങ്ങളെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ആദ്യമായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവർ വല്യപ്പ വടി കൊണ്ടടിച്ചത് ഹയാത്താക്കി. അതിനുശേഷമാണ് അവർക്ക് പാണക്കാട് കുടുംബത്തിന്റെ താരീഖ ഇത് വ്യക്തമായ താരീഖ. കഴിഞ്ഞ കൊല്ലം ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞു എന്റെ ഓർമ്മ. അതുകൊണ്ട് അതൊന്നും അള്ളാഹു. വേറെ ഒരു സംഭവം കാണാം. കുലിസ്ഥാനിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കവേ അന്ന ശൈഖനാ ലമ്മാ ഫറഗ ദാത യൗമിൻ മിൻ സ്വലാത്തി സുബ്ഹി ശക്കാ ഇലൈഹി റജുലുൻ ഹസീനുൻ അന്നൽ ഹാകിമ ഖതല ഇബ്നഹു ബിലാ മൂജിബി ഖുബ്ഹിൻ. അക്കാലം കുലിസ്ഥാൻ ഭരിച്ചിരുന്നത് ഒരു തമ്മാടിയായ ഭരണാധികാരിയായിരുന്നു. ആ തമ്മാടി പിന്നെ ബഹുമാനപ്പെട്ടവർ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് വലിയ മഹാനാവുകയും വലിയ സ്വാലിഹാവുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ആദ്യമായ ആൾ തമ്മാടിയായിരുന്നു. അയാള് ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടുത്തേക്ക് സുബഹി നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മകനെ രാജാവ് അക്രമമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്, കൊലപ്പെടുത്താൻ ഒരു ന്യായവുമില്ല, വെറുതെ കൊലപ്പെടുത്തി. ഫദഹബ ഇലൈഹി. അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി തന്റെ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാജ പുറപ്പെട്ടു. എന്നിട്ടോ വഖാല, അതിന്റെ അടുത്ത് എന്നിട്ട് തലയിലൊന്ന് തടവിയിട്ട് പറഞ്ഞു, ഇൻ കുന്ത മഖ്തൂലൻ ബിലാ ഇസ്മിൻ, കുറ്റല്ലാതെയാണ് എന്നെ കൊണ്ടതെങ്കിൽ ഫഖും ബിഇദ്നില്ലാ, എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു. ഫഖാമ ഹയ്യ,
അത് എണീറ്റു. ഒരുപാട് കാലം ജീവിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊന്നും പ്രശ്നമല്ല. മരിച്ചറിയിപ്പിക്കുക ഒന്നും പ്രശ്നമില്ല. പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ PK ബാബ മരിച്ചു എന്ന് വിധി എഴുതിയപ്പോൾ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ മരിക്കണില്ല, ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് MC മാഹിനാജിയോടാണ്. ആര് പറഞ്ഞു? MC മാഹിനാജി അടക്കമുള്ള ഒരു സംഘം ആളുകളോട് പറഞ്ഞു. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞു. അവരൊന്നും മരിച്ചിട്ടില്ല. ഭാവി മരിച്ചിട്ടില്ല. മരിക്കുമെന്ന് പറഞ്ഞ ഡോക്ടർ മരിച്ചു, അവരൊന്നും മരിച്ചില്ല. അതൊന്നും വിഷയമല്ല. പറഞ്ഞത് ഇങ്ങനെയാ, മരിക്കേണ്ടതായിരുന്നു, പക്ഷെ തൽക്കാലം മരിക്കണില്ല. ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഹയാത്ത് മടക്കിയിട്ടുണ്ട്, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്ടേ, ഒന്നും മരിച്ചിട്ടില്ല. C മോയിൻകുട്ടി സാഹിബിന്റെ ഭാര്യ മരിച്ചു ഉറപ്പിച്ചതാണ് എന്ന് വെള്ളം കൊടുക്കുന്ന നേരത്ത് ET മുഹമ്മദ് ബഷീർ എന്റെ അടുത്ത് വന്ന് എന്നെ കൂട്ടിയിട്ട് ചാലിയത്തേക്ക് പോയി. അന്ന് ചാലിയത്ത് CM അവിടെ വീട്ടിലുണ്ടായിരുന്നു. ചാലിയത്തെങ്കിലും CM-നോട് പോയിട്ട് നമുക്കൊന്ന് ദ്വാരപ്പിക്കാലോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. മോയിൻകുട്ടിനോട് ഒരുപാട് തവണ പറഞ്ഞു. C മോയിൻകുട്ടിയുടെ ഇപ്പോഴുള്ള ഭാര്യ. അങ്ങനെ ചാലിയത്ത് ചെന്നപ്പോൾ പിന്നെ എന്റെ ഭാര്യ മരിക്കണം, സക്രാത്തിലാണ്, മുഖത്ത് മുണ്ടിടുന്ന താമസേ ഉള്ളൂ, എല്ലാരും വന്നിട്ടുണ്ട്, കാര്യം അപകടത്തിലാണ് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു? ക്യാൻസർ ആണ്. അപ്പോൾ പറഞ്ഞു ക്യാൻസർ ഉണ്ടായിരുന്നു, ഇന്നു മുതൽ ഇല്ല, രോഗം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്, മരിക്കണില്ല, തൽക്കാലം പോയിക്കൊന്നു. ആ പെണ്ണൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, വേഗം അങ്ങനെ പോവാം.